നമസ്കാരം. മലയാള സിനിമാ മേഖലയിൽ വമ്പിച്ച പരിവർത്തനത്തിന് കളമൊരുക്കിയ ഒരു കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെ സിനിമാ രംഗമാകെ രണ്ടായി തിരിഞ്ഞിരിക്കുകയാണ്. റിപ്പോർട്ടിനെ തള്ളുന്നവരും കൊള്ളുന്നവരും എന്നതാണ് ആ വിഭജനം. മലയാള ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിനു പിന്നാലെ പ്രതികരണവുമായി നടൻ ആസിഫ് അലി രംഗത്തു വന്നു. കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി കൊടുത്ത സഹപ്രവർത്തകർക്കൊപ്പം അടിയുറച്ചു നിൽക്കുമെന്നും അവർക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും ആസിഫ് അലി വ്യക്തമാക്കി. ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് തന്റെ ഭാഗത്തു നിന്ന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബുദ്ധിമുട്ട് അനുഭവിച്ചതായി റിപ്പോർട്ട് നൽകിയ എല്ലാവരുടെയും കൂടെ നമ്മൾ എല്ലാവരും ഉണ്ടാകും. പരാതി എന്താണെന്ന് കണ്ടെത്താനും പരിഹാരങ്ങൾ എടുക്കാനും കഴിയട്ടെ. മൊഴികൾ എന്താണെന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. അതിനുശേഷമായിരിക്കണം എല്ലാവരും പ്രതികരിക്കേണ്ടത്. ചെറിയ ധാരണയുടെ പുറത്ത് ആളുകൾ പ്രതികരിക്കാതെ ഇരിക്കുക എന്നും ആസിഫ് അലി പറഞ്ഞു. ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ ബുദ്ധിമുട്ടുണ്ടായവരുടെ കൂടെ തന്നെയായിരിക്കും എല്ലാ സമയത്തും ഉണ്ടാവുക എന്നത് ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് എന്നും അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നതെന്നും ആസിഫ് അലി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ തങ്ങളുടെ അനുഭവങ്ങൾ മൊഴിയായി നൽകിയവരെ ബഹുമാനിക്കുന്നു എന്നും ആസിഫ് അലി പറഞ്ഞു. സിനിമാ രംഗത്ത് എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തണമെന്നും താരം പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടത്. മലയാള സിനിമയിലെ അനാരോഗ്യ പ്രവണതകളെ കുറിച്ച് ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളത്. അവസരങ്ങൾക്കായി സ്ത്രീകൾക്ക് സിനിമയിലെ പ്രമുഖർക്ക് വഴങ്ങിക്കൊടുക്കേണ്ടതായി വന്നു എന്നും എതിർത്തവരെ സിനിമയിൽ വിലക്കുകയാണ് എന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. താരസംഘടനയായ അമ്മയ്ക്കെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ വൈകിയെന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തി. ഇത് സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കേണ്ട കാര്യമല്ല എന്നും താൻ മന്ത്രിയായി 3.5 വർഷത്തിനിടയ്ക്ക് ഒരു നടിയുടെയും പരാതി കിട്ടിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. WCC പോലെയുള്ള സംഘടനകൾ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 മാസത്തിനകം സിനിമ കോൺക്ലേവ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം വായിച്ചിട്ടില്ല, ശുപാർശ മാത്രമാണ് കണ്ടത് എന്നും റിപ്പോർട്ട് കയ്യിൽ കിട്ടിയാൽ വായിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പുറത്തുവിടാത്ത ഭാഗം വായിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു വിട്ടുവീഴ്ചയും സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഉണ്ടാകില്ല എന്നും ഈ കാര്യത്തിൽ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സിനിമാ മേഖലയിൽ വലിയ ഇടപെടലാണ് സർക്കാർ നടത്തിയിട്ടുള്ളത് എന്ന് അവകാശപ്പെട്ട മന്ത്രി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് സർക്കാർ കമ്മിറ്റിയെ നിയോഗിച്ചത് എന്നും ചൂണ്ടിക്കാട്ടി. എല്ലാ മേഖലയിലും പ്രബല വിഭാഗമുണ്ട്, അവർക്കെതിരെ നിർഭയമായി പരാതി നൽകാം, നടപടി ഉണ്ടാകുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. 2 മാസത്തിനുള്ളിൽ സിനിമാ കോൺക്ലേവ് നടത്തുമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. 1 കോടിയിലേറെ നികുതി പണം മുടക്കി തയ്യാറാക്കിയ റിപ്പോർട്ട് 4 വർഷം അലമാരയിൽ സൂക്ഷിച്ച ഗവൺമെന്റ് അതിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുമെന്ന് പറയുമ്പോൾ അത് എത്രമാത്രം വിശ്വാസയോഗ്യമാണ് എന്ന ചോദ്യമാണ് ഇനി ബാക്കിയുള്ളത്.